From the following data, calculate median, quartiles, and the percentage of workers getting wages. More than rupees 44, between rupees 22 and 58, less than rupees 44. Wages 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, and 70 to 80. Number of workers 20, 45, 85, 160, 70, 55, 35, and 30. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മീഡിയൻ കാണുക, ക്വാർട്ടൈൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. Number of persons getting wages more than rupees 44. 44-ന് മുകളിലേക്ക് വേജസ് കിട്ടുന്ന എത്ര വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി 44 എന്ന് പറയുന്ന വേജസ് 40 to 50 എന്ന ക്ലാസ്സിലാണ് വരിക. 44-ന് മുകളിലേക്ക് വേജസ് കിട്ടുന്നവർ 40 to 50 എന്ന ക്ലാസ്സിലെയും 50 to 60 എന്ന ക്ലാസ്സിലെയും 60 to 70 എന്ന ക്ലാസ്സിലെയും 70 to 80 എന്ന ക്ലാസ്സിലെയും ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുന്നതാണ്. നല്ലത് 44-ന് മുകളിലേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് 40 to 50 എന്ന ക്ലാസ്സിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ആ ക്ലാസ്സിൽ വരുന്ന ഫ്രീക്വൻസിയുടെ പ്രൊപ്പോർഷൻ. അപ്പോൾ 40 to 50 എന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 70 ആണ്. ആയതിനാൽ 70 ഇൻറ്റു 44-ന് മുകളിലേക്ക് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് 40 to 50 എന്ന ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് -44 ഡിവൈഡഡ് ബൈ 40 to 50 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇൻ്റർവൽ 10 പ്ലസ് തുടർന്നുള്ള ക്ലാസ്സുകളുടെ ഫ്രീക്വൻസി 55, 35 ആൻഡ് 30. ഇത് സോൾവ് ചെയ്യുമ്പോൾ 42 പ്ലസ് 55 പ്ലസ് 35 പ്ലസ് 30 = 162. Percentage of workers getting more than rupees 44 = 162 into 100 divided by 500 = 32.4%. Number of persons getting wages between rupees 22 and 58. 22-നും 58-നും ഇടയിൽ വേജസ് കിട്ടുന്ന വർക്കേഴ്സിൻ്റെ നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ. ആയതിനാൽ 22, 30 എന്ന് പറയുന്ന
ക്ലാസ്സിൽ $22 വരെ വേജസ് കിട്ടുന്ന പ്രൊപ്പോർഷനും അതിൻ്റെ കൂടെ 3240 ഫ്രീക്വൻസി, 4250 ഫ്രീക്വൻസി, 5260 58 വരെയുള്ള വേജസിൻ്റെ ഫ്രീക്വൻസിയും ആഡ് ചെയ്യുമ്പോഴാണ് 22നും 58നും ഇടയിലുള്ള വേജസ് കിട്ടുന്ന ആളുകളുടെ എണ്ണം കിട്ടുക. ആയതിനാൽ 22 മുതൽ വേജസ് കിട്ടുന്നവരെ അറിയാൻ 2230 ഫ്രീക്വൻസി എന്ന് പറയുക 85 ആണ്. 85 ഇൻറ്റു 2230 അപ്പർ ലിമിറ്റ് 30 ആണ്. 30 മൈനസ് 22 ഡിവൈഡഡ് ബൈ 2230 ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുക 10 ആണ്. ഡിവൈഡഡ് ബൈ 10 പ്ലസ് 3240 ഫ്രീക്വൻസി 160 പ്ലസ് 4250 ഫ്രീക്വൻസി 70 പ്ലസ് 58 വരെയുള്ളത് എന്ന് പറയുമ്പോൾ അത് 5260 എന്ന ക്ലാസ്സിലാണ് വരിക. അതിൻ്റെ ഫ്രീക്വൻസി 55 ഇൻറ്റു 58 മൈനസ് 50. 58 എന്ന് പറയുന്നത് 58 വരെയുള്ള വേജസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൈനസ് 50 എന്ന് പറയുക 5260 ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 5260 ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുക 10 ഇസിക്കൽ ടു 68 പ്ലസ് 160 പ്ലസ് 70 പ്ലസ് 44 ഇസിക്കൽ ടു 342. Percentage of workers getting more than ₹22 and less than ₹58 is equal to 342 divided by 500 into 100 is equal to 68.4%. Number of persons getting wages less than ₹44. 44 താഴെ വേജസ് കിട്ടുന്നവരുടെ വർക്കേഴ്സിൻ്റെ എണ്ണമാണ് ഇവിടെ ഉദ്ദേശിക്കുക. അപ്പോൾ 44 താഴെ എന്ന് പറയുമ്പോൾ (0 to 10) എന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 20 പ്ലസ് 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 45 പ്ലസ് 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 85 പ്ലസ് 30 to 40 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 160 പ്ലസ് 44 താഴെ എന്ന് പറയുമ്പോൾ 40 to 50 എന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 70 ആണ്. അതിൽ 44 വരെയുള്ളത് ആയതിനാൽ അത് ഇപ്രകാരം നമുക്ക് എഴുതാം. 70 ഇൻറ്റു 44 minus 40, that is 4 divided by 10. Therefore 20 plus 45 plus 85 plus 160 plus 28 is equal to 338. Percentage of workers getting less than ₹44 is equal to 338 divided by 500 into 100 is equal to 67.6%. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. മീഡിയനും ക്വാർട്ടൈൽസും ഗ്രാഫിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ ലെസ് ദാൻ ഒജീവ് പ്രിപ്പയർ ചെയ്യുക. ലെസ് ദാൻ ഒജീവിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഒജീവ് ഡ്രോ ചെയ്യുക. ലെസ് ദാൻ ഒജീവ് വരയ്ക്കുക. വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, എക്സ് ആക്സിസിൽ അതിൻ്റെ
മാർക്ക് എന്ന് പറയുന്ന വേരിയബിളും കൊടുക്കുക. ലെസ് ദാൻ ഉജ്ജീവിൽ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യുക. മീഡിയൻ എന്ന് പറയുന്നത് 58th ഐറ്റമാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 58th ഐറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിൻ്റ് ലെസ് ദാൻ ഉജ്ജീവിൽ പ്ലോട്ട് ചെയ്യുക. അതിന് നേരെ താഴേക്ക് എക്സ് ആക്സിസിലേക്ക് ലൈൻ വരയ്ക്കുക. അതായിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുക. മീഡിയൻ എന്ന് പറയുന്നത് 38 ആണ് ലഭിക്കുക. അതുപോലെ Q1 സംബന്ധിച്ച് 25th ഐറ്റം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് ആക്സിസിലെ വാല്യൂ ഏതാണെന്ന് കണ്ടെത്തുക. അതാണ് Q1 എന്ന് പറയുക. Q3 എന്ന് പറയുക 75th ഐറ്റം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് ആക്സിസിലെ വാല്യൂ ഏതാണെന്ന് കണ്ടെത്തുക. അതാണ് Q3 എന്ന് പറയുക. ഇതും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.